ഇവിടെ മോണ്ടുവിൻ്റെ മുത്തശ്ശിയും ചെറിയച്ഛനും തമ്മിൽ വാക്കുതർക്കത്തിലായിരുന്നു. മോണ്ട് കണ്ട ആ ദ്വീപ് ഇവരുടെ സ്വത്താണ്. അത് വിൽക്കാനായിരുന്നു ചെറിയച്ഛൻ്റെ പ്ലാൻ. അതിന് ആ ആത്മാവിനെ തളച്ച മരം വെട്ടണമായിരുന്നു. പക്ഷേ അത് ശാപം പിടിച്ച ദ്വീപാണെന്നും മോണ്ടുവിൻ്റെ അച്ഛൻ ഇതേ കാര്യം ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാണ് മരിച്ചതെന്നും മുത്തശ്ശി പറയുന്നു. അച്ഛൻ്റെ മരണകാരണം അറിയാത്ത മോണ്ടു ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ അവന് വിശ്വസിക്കാൻ സാധിച്ചില്ല. നിന്നോടെല്ലാവരും ഈ സത്യം മറച്ചു വെച്ചതാണെന്നും നിന്റെ അച്ഛൻ്റെ മരണം അവിടെ നിന്ന് തന്നെയായിരുന്നു എന്നും ചെറിയച്ഛൻ പറയുന്നു. ഇത് കേട്ട് തളർന്ന മോണ്ടു അവിടേക്ക് ലക്ഷ്യസ്ഥാനം വെച്ചു പോകുന്നു. അങ്ങനെ അവൻ ആ മരത്തിൻ്റെ അടുത്തെത്തുന്നു. അവിടെ അവനെയും കാത്ത് മൂഞ്ചിയ എന്ന പ്രേതമുണ്ട്. അതവനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. മറുവശത്ത് അവൻ്റെ അമ്മയും കൂട്ടരും കൂടി അവനെ അന്വേഷിച്ചിറങ്ങുന്നു. പക്ഷേ മുത്തശ്ശിക്ക് മാത്രം അറിയാം അവൻ എങ്ങോട്ട് പോയെന്ന്. അവൾ ഒരു വടിയും എടുത്ത് ആ ദ്വീപിലേക്ക് പോകുന്നു. ഈ മുത്തശ്ശി ആരാണെന്നറിയാമോ? ആ പ്രേതത്തിൻ്റെ സഹോദരിയായിരുന്നു. മുത്തശ്ശി അവിടെ എത്തിയപ്പോൾ ആ പ്രേതം അവനെ ആക്രമിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ വടിയെടുത്ത് അടിച്ചപ്പോൾ ആ പ്രേതം പേടിച്ചോടുന്നു. ആ പ്രേതം പിന്നെയും അവനെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ മുത്തശ്ശി മോണ്ടുവിനെ രക്ഷിച്ചു. അങ്ങനെ ആ ദ്വീപ് കടന്ന് കരയിലെത്തിയവർ. എന്നിരുന്നാലും അവർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആ പ്രേതം അവരെ പിന്തുടരുകയും മുത്തശ്ശിയെ കൊല്ലുകയും ചെയ്യുന്നു. കണ്ണു തുറന്ന അവൻ മുത്തശ്ശിയെ ചോദിച്ചപ്പോൾ മുത്തശ്ശിയുടെ മരണവാർത്ത കേട്ട് അവൻ സങ്കടപ്പെടുന്നു. മുത്തശ്ശിയുടെ മരണാന്തര ചടങ്ങുകൾ കഴിഞ്ഞ് അവൻ സിറ്റിയിലേക്ക് പോകുന്നു. അവരുമായുള്ള നല്ല നല്ല ഓർമ്മകൾ അവൻ ഓർക്കുന്നു. പെട്ടെന്ന് അവൻ ബസ്സിന് പിറകിലേക്ക് നോക്കുമ്പോൾ ആ പ്രേതമതാ ബസ്സിന് പിറകിൽ. ഇനി എന്ത് നടക്കുമെന്ന് അടുത്ത പാർട്ടിൽ കാണാം.